ഇനി നമ്മൾ പോകുന്നത് ഗസയിലേക്കാണ്. ജനുവരി 19 വെടിനിർത്തൽ പ്രാബല്യത്തിലായപ്പോൾ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വിനാശകാരിയായൊരു യുദ്ധത്തിന് വിരാമം വീഴുകയാണെന്നാണ് സമാധാനം ആഗ്രഹിക്കുന്ന ലോകം കരുതിയത്. ഗസയുടെ ദീർഘകാല വിലാപത്തിനായുള്ള മറുപടിയായി വിലയിരുത്തപ്പെട്ട ആ കരാറിന് മുകളിലൂടെ ചോരപ്പുഴ ഒഴുകുകയാണിപ്പോൾ. ഗസയിൽ വീണ്ടും ലൈവായി വംശഹത്യ നടക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശ്മശാന ഭൂമിയാണ് ഗസ. ഇത്തവണയെങ്കിലും സമാധാനത്തോടെ പെരുന്നാൾ ആഘോഷിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികൾ ബോംബുകൾക്കിടയിൽ പൊട്ടിച്ചിതറിയിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലുമില്ലാതെ ഗസക്കാർ 24 മണിക്കൂർ വ്രതത്തിലാണ്. ഇസ്രായേലിന്റെ ക്രൂരത ലോകം കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു. എന്താണ് ഗസയിൽ നടക്കുന്നത്? വിശദമായി പരിശോധിക്കുകയാണ് ഡീകോഡ്. നമുക്ക് ആദ്യം തന്നെ നമുക്ക് BK സുഗയിലുണ്ട് വിവരങ്ങൾ നൽകാനായി. BK, ഗസയിൽ നടക്കുന്ന സംഭവങ്ങൾ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? അജി, രാവും പകലും എന്ന് വ്യത്യാസമില്ലാതെ വ്യോമാക്രമണത്തിലൂടെയും കരയാക്രമണത്തിലൂടെയും ഗസയെ ഞെരിക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത്. പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഏറ്റവും കൂടുതൽ കൊല്ലപ്പെടുന്നത്. ആദ്യ ദിനത്തിൽ തന്നെ 183 കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു എന്ന് പറയുമ്പോൾ ഈ നൂറ്റാണ്ടിൽ തന്നെ ഒരൊറ്റ ഈ ചെറിയ പ്രദേശത്ത്, ഇത്രയും ചെറിയൊരു പ്രദേശത്ത് ഇത്രയേറെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന ആദ്യത്തെ സംഭവമാണ് എന്നുള്ള റെക്കോർഡ് കൂടിയുണ്ട്. അപ്പോൾ വംശഹത്യയുടെ കാര്യത്തിൽ റെക്കോർഡ് ഇടുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് എന്ന് മാത്രമല്ല, ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചത് ഇത് അനിയന്ത്രിതമായി എത്ര കാലം എന്ന് പറയാനാവാത്ത വിധം ഈ യുദ്ധം തുടരും എന്നുള്ളത് തന്നെയാണ്. യുദ്ധത്തിന്റെ ലക്ഷ്യം നേടുന്നതുവരെ ഇത് തുടരും എന്ന് നെതന്യാഹു പറയുമ്പോൾ പ്രധാനപ്പെട്ട യുദ്ധലക്ഷ്യമായി ഉയർത്തിക്കാട്ടുന്നത് ബന്ദികളുടെ മോചനമാണ്. പക്ഷേ കഴിഞ്ഞ 17 മാസത്തിൽ നിന്നും നെതന്യാഹു ഒന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇക്കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം ആദ്യത്തെ 15 മാസം ബന്ദികളെ പൂർണ്ണമായും വിട്ടു നൽകാൻ വേണ്ടി എല്ലാവിധ ആയുധവും പ്രയോഗിച്ചിട്ട് പോലും അത് സാധിച്ചില്ല. ഈ സമാധാന ചർച്ചകളിലൂടെ മാത്രമേ, വെടിനിർത്തൽ കരാറിലൂടെ മാത്രമേ ബന്ദികളെ തിരിച്ചെത്തിക്കാൻ നെതന്യാഹുവിന് സാധിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേലിലെങ്ങും വലിയ പ്രതിഷേധം അരങ്ങേറുന്നത്. ബന്ദികളുടെ ജീവൻ വെച്ചുകൊണ്ട് രാഷ്ട്രീയ കളി നെതന്യാഹു കളിക്കരുത് എന്നാണ് ഈ പ്രതിഷേധക്കാരെല്ലാം പറയുന്നത്. കാരണം നമുക്കറിയാം, ഈ ബന്ദികളുടെ മോചനത്തിലേക്ക് അടുക്കുന്ന ഘട്ടത്തിലാണ്. 2ാം ഘട്ടത്തോടു കൂടി എല്ലാ ബന്ദികളെയും മോചിപ്പിക്കുകയും ഇസ്രായേൽ ഗസയിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ ആ ഘട്ടത്തിലാണ് നെതന്യാഹു ഇപ്പോൾ 2ാം ഘട്ട വെടിനിർത്തലിന് തയ്യാറല്ല എന്ന മുദ്രാവാക്യവുമായി, എന്ന നിലപാടുമായി രംഗത്തു വന്നത്. അതുകൊണ്ടാണ് ഇനി ബന്ദികളുടെ ജീവൻ എങ്ങനെയാകും എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ വലിയ പ്രക്ഷോഭം അരങ്ങേറുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലിനുള്ളിൽ വലിയ തരത്തിലുള്ള ആഭ്യന്തര സംഘർഷമുണ്ട് എന്ന് നമുക്കറിയാം. ഇസ്രായേലിലെ IDF-ന്റെ മേധാവിയെ ഒഴിവാക്കുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഷിൻബെറ്റിന്റെ മേധാവിയെ കൂടി ഇന്നത്തോടുകൂടി. BK സുഗയിലാണ് ഗസയിൽ നടക്കുന്ന കൃത്യമായ വിവരങ്ങൾ പ്രേക്ഷകരുമായി ഇതുവരെ പറഞ്ഞത്. ഡീകോഡിന്റെ സമയപരിധി ഇവിടെ പൂർണ്ണമാവുകയാണ്.